കഴിഞ്ഞ ദിവസമാണ് നെന്മാറയിൽ നടക്കിയ കൊലയാളി ചെന്താമര പോലീസ് പിടിയിലാകുന്നത്. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയാൾ. ഒളിവിൽ കഴിയുന്ന സമയത്ത് താൻ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടിരുന്നതായി പ്രതി പറയുകയാണ്. കാട്ടാനയുടെ നേരെ മുന്നിൽ താൻ എത്തിയെങ്കിലും ആന ആക്രമിച്ചില്ല എന്നും മലമുകളിൽ പോലീസ് ഡ്രോൺ പരിശോധന നടത്തിയത് കണ്ടുവെന്നും ചെന്താമര പറയും. ഡ്രോൺ വരുമ്പോഴൊക്കെ മരങ്ങളുടെ താഴെ ഒളിച്ചുവെന്നും പലതവണ നാട്ടുകാരുടെ തിരച്ചിൽ സംഘത്തെ കണ്ടുവെന്നും ചെന്താമര പറഞ്ഞതായാണ് റിപ്പോർട്ട്. കൊലപാതകം നടന്ന് 36 മണിക്കൂറിലാണ് ചെന്താമര പിടിയിലാകുന്നത്. വൈകുന്നേരം മാട്ടായിയിൽ ചെന്താമരയെ കണ്ടതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് ചെന്താമരയ്ക്കായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇയാൾ പിടിയിലായത്. ചെന്താമരയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലെ സംഘർഷം കണക്കിലെടുത്തായിരുന്നു പുലർച്ചെ പോലീസ് ഇത്തരം നീക്കം നടത്തിയത്. പ്രതിയെ വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും വിധേയമാക്കിയതിനു ശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നതാണ്. തുടർന്ന് ജില്ലാ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് തീരുമാനം. ചെന്താമര ക്ഷീണിതനായിരുന്നുവെന്നും ഭക്ഷണം കഴിക്കാനായി വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് പിടിയിലായത് എന്നും പോലീസ് പറയുകയാണ്. ചോദ്യം ചെയ്യലിൽ ഇയാൾക്ക് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് സുധാകരനെ കൊലപ്പെടുത്താൻ കാരണം എന്നാണ് ചെന്താമര പറഞ്ഞതായി പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 9:45 പോലീസ് തിരച്ചിൽ അവസാനിപ്പിച്ചെന്ന് കരുതി ഭക്ഷണം തേടി ചെന്താമര പോത്തുണ്ടി മലയിറങ്ങി. കുടുംബ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് കുറച്ചു ദിവസത്തേക്ക് ഭക്ഷണവും ഉണ്ടാക്കി ഒളിവിൽ കഴിയാനുള്ള സാധനങ്ങളുമായി തിരികെ കാട് കയറാനായിരുന്നു ഇയാളുടെ പദ്ധതി.